ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചാലഞ്ചിന്റെ ഡേ 31 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചാലഞ്ച് ഡേ 31 ആണ്. എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാരും കേരളവും തമ്മിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് കേരളത്തിൽ വന്നിട്ട് സംഭവിച്ച സംഭവ വികാസങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങൾ എന്ന്. ആദ്യമായി ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് പറയാം. ബ്രിട്ടീഷുകാരും കേരളവും തമ്മിൽ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ മാസം 31 PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഠിക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ മാസം 31 ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവട സംഘടനയായിരുന്നു മെർച്ചന്റ് അഡ്വഞ്ചറീസ്. പഠിക്കുക, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവട സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് മെർച്ചന്റ് അഡ്വഞ്ചറീസ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം സൂററ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം ചോദിച്ചാൽ അത് സൂററ്റ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ നാമം ജോൺ കമ്പനി എന്നായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ നാമം എന്താ സുഹൃത്തുക്കളെ? ജോൺ കമ്പനി എന്നായിരുന്നു. ഒന്നുകൂടി പറയാം, ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുവാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ 31. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവട സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് മെർച്ചന്റ് അഡ്വഞ്ചറീസ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് സൂററ്റ് ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ നാമം ചോദിച്ചാൽ അത് ജോൺ കമ്പനി എന്നായിരുന്നു. എന്താ പേര്? ജോൺ കമ്പനി എന്നായിരുന്നു. പഠിക്കുക. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കപ്പലായിരുന്നു ഹെക്ടർ. മറക്കല്ലേ, ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പൽ ഏതായിരുന്നു? ഹെക്ടർ എന്ന കപ്പലായിരുന്നു. കപ്പലിന്റെ പേരെന്താണ്? ഹെക്ടർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്ന സമയത്ത് ഇന്ത്യയുടെ ചക്രവർത്തി അക്ബർ ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ചക്രവർത്തി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അക്ബർ ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ തലസ്ഥാനം സൂററ്റ് ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ തലസ്ഥാനം ഏതായിരുന്നു? സൂററ്റ് ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂറത്തിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയ വർഷം 1687 ആണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാന നഗരം അല്ലെങ്കിൽ ആസ്ഥാന നഗരം സൂറത്തിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1687 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട, മദ്രാസ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷുകാര് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സെന്റ് ജോർജ് കോട്ട, മദ്രാസ്. ഏതാണ്? സെന്റ് ജോർജ് കോട്ട, മദ്രാസ്. ഒന്നുകൂട്ടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ കപ്പലായിരുന്നു ഹെക്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്ന സമയത്ത് ഇന്ത്യയുടെ ചക്രവർത്തി ആരായിരുന്നു ചോദിച്ചാൽ അത് അക്ബർ ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ തലസ്ഥാനം സൂററ്റ് ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലസ്ഥാനം സൂററ്റിൽ നിന്നും ബോംബെയിലേക്ക് മാറ്റിയ വർഷം ചോദിച്ചാൽ 1687 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഏത് എന്ന് ചോദിച്ചാൽ അത് സെന്റ് ജോർജ് കോട്ട, മദ്രാസ്. സെന്റ് ജോർജ് കോട്ട, മദ്രാസ്. പഠിക്കുക. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കേരളവും തമ്മിലുള്ള ബന്ധമാണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കേരളവും തമ്മിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് അവരുടെ വരവാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലെത്തിയ വർഷം 1615. അപ്പോൾ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഡിസംബർ 31 അല്ലെ രൂപീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് എത്തുന്നത്.
ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാലകൾ സ്ഥാപിച്ചത് വിഴിഞ്ഞത്തായിരുന്നു. അതായത് കുരുമുളകിന്റെയും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളുടെയൊക്കെ സംഭരണാർത്ഥം ആരംഭിക്കുന്നതാണ് ഈ പണ്ടകശാലകൾ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞത്താണ്. കേരളത്തിൽ ആദ്യമായി ഒരു കോട്ട ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നത് അഞ്ചുതെങ്ങിലാണ്. ഇതിനെ അഞ്ചുതെങ്ങ് കോട്ട എന്നറിയപ്പെടുന്നു. അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിച്ച വർഷം 1695. ഇങ്ങനെ തന്നെ പഠിച്ചോളേ. കേരളത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ സമീപമുള്ള അഞ്ചുതെങ്ങ് എന്നുള്ള പ്രദേശത്താണ്. അതുപോലെ തന്നെ 1695 അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നത്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലെത്തിയ വർഷം 1615. ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞത്താണ്. എന്താണ് പണ്ടകശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. അതിനെയാണ് പണ്ടകശാല എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. കേരളത്തിലെ ആദ്യമായ ഒരു കോട്ട ബ്രിട്ടീഷുകാർ എവിടെയാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങിലാണ്. ഈ കോട്ട അഞ്ചുതെങ്ങ് കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ച വർഷം 1695. പഠിക്കുക. ഇനിയാണ് നമുക്ക് പഠിക്കുവാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, അല്ലെങ്കിൽ PSC സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരും അവർ കേരളത്തിൽ ഉണ്ടാക്കിയ ചൂഷണവും, ബ്രിട്ടീഷുകാരും അവർ കേരളത്തിൽ നടത്തിയ ചൂഷണവുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളത്തിൽ കച്ചവട ആവശ്യങ്ങൾക്കെത്തിയ ബ്രിട്ടീഷുകാർ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. കേരളത്തിൽ കച്ചവട ആവശ്യങ്ങൾക്കെത്തിയ ബ്രിട്ടീഷുകാര് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും ബ്രിട്ടീഷുകാർ ഇടപെട്ടു. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും ബ്രിട്ടീഷുകാർ ഇടപെട്ടു. കേരളത്തിൽ ഉടനീളം വരുന്ന പ്രദേശങ്ങളിൽ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിലുടനീളം വരുന്ന പ്രദേശങ്ങളിലെ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിൽ മലബാറിലെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി മാറ്റം വരുത്തിയത്. കേരളത്തിലെ മലബാറിലെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് മാറ്റം വരുത്തിയത്. പഠിച്ചോളേ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഏത് പ്രദേശത്തെ നികുതി സമ്പ്രദായത്തിലാണ് മാറ്റം വരുത്തിയെന്ന് ചോദിച്ചാൽ അത് മലബാറിലെയാണ്. ഭൂമിയുടെ പരമ്പരാഗത അവകാശികളായിരുന്ന നമ്പൂതിരിമാരെ ഭൂമിയുടെ പൂർണ്ണ ഉടമകളാക്കി മാറ്റി ബ്രിട്ടീഷുകാര്. ഭൂമിയുടെ പരമ്പരാഗത അവകാശികളായിരുന്ന നമ്പൂതിരിമാരെ ഭൂമിയുടെ പൂർണ്ണ ഉടമകളാക്കി മാറ്റി ബ്രിട്ടീഷുകാര്. ഒന്നുകൂടി പറയാം. കേരളത്തിൽ കച്ചവട ആവശ്യങ്ങൾക്കെത്തിയ ബ്രിട്ടീഷുകാർ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും ബ്രിട്ടീഷുകാർ നേരിട്ട് ഇടപെടുകയും ചെയ്തു. കേരളത്തിലുടനീളം വരുന്ന പ്രദേശങ്ങളുടെ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിലുടനീളം വരുന്ന പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മലബാർ, അല്ലെങ്കിൽ കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിൽ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിൽ മലബാറിലെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർക്ക് ആദ്യമായിട്ട് മാറ്റം വരുത്തിയത്. ഭൂമിയുടെ പരമ്പരാഗത കൈവശാവകാശികളായിരുന്ന നമ്പൂതിരിമാരെ ഭൂമിയുടെ പൂർണ്ണ ഉടമസ്ഥരാക്കി മാറ്റി, അല്ലെങ്കിൽ ഉടമകളാക്കി മാറ്റി ബ്രിട്ടീഷുകാര്. പഠിക്കുക. ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിൽ കാണക്കാർ, പഠിച്ചോളനെ, കാണക്കാർ എന്ന പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാരെ. പഠിച്ചോളനെ. ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിലായിട്ട് കാണക്കാർ എന്ന പേരിൽ പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ. പ്രഭുക്കന്മാരോടും കാണക്കാരെയും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷ് സഹായത്തോടെ കുടിയാന്മാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. പഠിച്ചോളനെ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാരും മാത്രമുണ്ടായിരുന്ന കേരളത്തിലെ ഇതിനിടയിലായിട്ട് കാണക്കാർ എന്ന പേരില് പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൂടി ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. എന്നിട്ട് ഈ പ്രഭുക്കന്മാരും ഈ കാണക്കാരെന്ന് പറയുന്ന പുതിയ മധ്യവർഗ കുടിയാന്മാരും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ പാവപ്പെട്ട കുടിയാന്മാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്ന മലബാറിൽ നികുതി പിരിവ് എടുക്കുന്നതിൽ വളരെ വിശാലമായ ഒരു ഭരണ വ്യവസ്ഥ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്ന മലബാറിലെ നികുതി പിരിച്ചെടുക്കുന്നത് എളുപ്പമാക്കുന്നതിന്, അല്ലെങ്കിൽ വിശാലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണ വ്യവസ്ഥ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ക്രമേണ നികുതി പിരിക്കുവാനായി പ്രാദേശിക മുഖ്യന്മാരുടെ സ്ഥാനത്ത് കൊളോണിയ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു ബ്രിട്ടീഷുകാർ. അതായത്
പ്രാദേശിക മുഖ്യന്മാരായിരുന്നു അതുവരെ ആ ഒരു പ്രദേശത്തിലെ നികുതി പിരിച്ചുകൊണ്ടിരുന്നത്. അതിന് പകരം കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാർ, അതായത് ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാരെ നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു, നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ക്രമേണ നികുതി പിരിക്കുവാനായിട്ട് പ്രാദേശിക മുഖ്യന്മാർക്ക് സ്ഥാനത്ത് കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു ബ്രിട്ടീഷുകാര്. മലബാറിൽ നിന്നും വ്യത്യസ്തമായി നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറിലും കൊച്ചിയിലും സ്വയംഭരണാധികാരത്തിന് ബ്രിട്ടീഷുകാർ അർദ്ധസമ്മതം നൽകി. ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമൊന്നുമല്ലായിരുന്നു കേട്ടോ, അവർക്ക് കൊച്ചിയും തിരുവിതാംകൂറും കൂടെ എടുക്കണമെന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ രാജവംശത്തിന്റെ ശക്തി കാരണം അത് നടന്നില്ല. അതുകൊണ്ട് മലബാറിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറിനും കൊച്ചിക്കും സ്വയംഭരണാധികാരത്തിനുള്ള അനുമതി ആര് നൽകി? ബ്രിട്ടീഷുകാർ നൽകി. അതും അർദ്ധസമ്മതം മാത്രമാണ് നൽകിയത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിൽ കാണക്കാർ എന്ന പേരിൽ പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാര്. പ്രഭുക്കന്മാരും കാണക്കാരും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷ് സഹായത്തോടെ കുടിയാന്മാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്ന മലബാറിൽ നികുതി പിരിച്ചെടുക്കുന്നതിന് വളരെ വിശാലമായൊരു ഭരണ വ്യവസ്ഥ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ക്രമേണ നികുതി പിരിക്കുവാനായി പ്രാദേശിക മുഖ്യന്മാരുടെ സ്ഥാനത്ത് കൊളോണിയ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു ബ്രിട്ടീഷുകാര്. മലബാറിൽ നിന്നും വ്യത്യസ്തമായി നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറും കൊച്ചിക്കും സ്വയം ഭരണത്തിനുള്ള അധികാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, നൽകുകയും ചെയ്തു. ഒരു അർദ്ധസമ്മതമാണ് ബ്രിട്ടീഷുകാർ നൽകി. അതായത് ഈ തിരുവിതാംകൂറും അല്ലെങ്കിൽ ഈ കൊച്ചിയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഭരിച്ചോ, പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ട നികുതി പിരിച്ചു തരണമെന്ന് ആര് പറഞ്ഞു? ബ്രിട്ടീഷുകാർ പറഞ്ഞു. അങ്ങനെ നികുതി പിരിച്ചു കൊടുത്തുകൊണ്ട് മാത്രം ബ്രിട്ടീഷുകാർ ഈ രണ്ട് രാജവംശത്തെ ആക്രമിക്കാതിരുന്നു. അതാണ് കേട്ടോ സത്യം. പഠിക്കുക. അടുത്തതാണ് ബ്രിട്ടീഷുകാരും കേരള കാർഷിക മേഖലയും. ഒത്തിരി ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വരുന്നതാണ് കേട്ടോ, പ്രത്യേകിച്ച് +2 മേഖലയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചോദിക്കാം. ബ്രിട്ടീഷുകാരും കേരള കാർഷിക മേഖലയും. ബ്രിട്ടീഷുകാർ മുൻകൈയെടുത്ത് തോട്ടകൃഷിക്ക് മൂലധന നിക്ഷേപം കേരളത്തിൽ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ മുൻകൈയെടുത്ത് തോട്ടകൃഷിക്ക് മൂലധന നിക്ഷേപം കേരളത്തിൽ ആദ്യമായി ആരംഭിച്ചു. അപ്പോൾ തോട്ടവിള കൃഷികൾക്ക് വേണ്ടിയിട്ട് മൂലധന നിക്ഷേപം ആദ്യമായി ആരംഭിച്ച വിദേശ ശക്തി എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. തേയില, കാപ്പി, റബ്ബർ, ഏലം തുടങ്ങിയവയായിരുന്നു ബ്രിട്ടീഷുകാർ പ്രധാനമായും തോട്ടവിളയായി കൃഷി ചെയ്തിരുന്നത്. പഠിച്ചോളനെ, തേയില, കാപ്പി, റബ്ബർ, ഏലം തുടങ്ങിയവയായിരുന്നു അക്കാലത്ത് ബ്രിട്ടീഷുകാർ പ്രധാനമായിട്ടും തോട്ടവിളയായി കൃഷി ചെയ്തിരുന്നത്. മലബാറിനെ അപേക്ഷിച്ച് തിരുവിതാംകൂറിൽ തോട്ട വ്യവസായങ്ങൾ കൂടുതലായി വികസിച്ചു. മലബാറിനെ അപേക്ഷിച്ച് തിരുവിതാംകൂറിൽ തോട്ട വ്യവസായങ്ങൾ കൂടുതലായി വികസിച്ചു. മലബാറിനെ അപേക്ഷിച്ച് തോട്ടവിളകൾക്ക് ആവശ്യമായ ഭൂനിരപ്പും ഉയർന്ന ഗുണമേന്മയുള്ള മണ്ണും കൂടുതൽ ഭൂമിയുടെ ലഭ്യതയും ഇതിന് ആക്കം കൂട്ടി. ശരിയാണല്ലേ സുഹൃത്തുക്കളെ? അതായത് നമ്മുടെ തീരദേശ മേഖലയിലേക്ക് വരുവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം എന്താണ് പ്രദേശം അല്ലെങ്കിൽ ഭൂമി നമുക്ക് ലഭിക്കും. ബാക്കിയുള്ള ഈ മലബാർ മേഖലയെ അപേക്ഷിച്ച് ഭൂമി കൂടുതലാണ് എവിടെയെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന മലബാർ മേഖലയിൽ കൂടുതലും വനമേഖലയാണ്. അത് വെച്ച് നോക്കുമ്പോഴേക്കും വളരെ എളുപ്പം കൃഷി ചെയ്യാനും നല്ല മണ്ണും എവിടെയുണ്ട്? നമ്മുടെ തിരുവിതാംകൂറിലുണ്ട്. അങ്ങനെയാണ് മലബാറിനെ അപേക്ഷിച്ച് തോട്ടവിളകൾക്ക് എവിടെ പ്രചാരം ലഭിച്ചു? തിരുവിതാംകൂറിലെ പ്രചാരം ലഭിച്ചു. മലബാറിലെ കാർഷിക മേഖലയിൽ നിന്നും ശ്രദ്ധ തിരിച്ച ബ്രിട്ടീഷുകാർക്ക് മലബാറിലെ നികുതി പിരിവിൽ ഗണ്യമായി കുറവുണ്ടാവുകയും തിരുവിതാംകൂറിൽ കൃഷിയും നികുതി പിരിവും ഊർജിതമായി നടക്കുകയും ചെയ്തു. മലബാറിലെ കാർഷിക മേഖലയിൽ നിന്നും ശ്രദ്ധ തിരിഞ്ഞ ബ്രിട്ടീഷുകാർക്ക് മലബാറിലെ നികുതി പിരിവിൽ ഗണ്യമായി കുറയുകയും തിരുവിതാംകൂറിൽ കൃഷിയും നികുതി പിരിവും ഊർജിതമായി നടക്കുകയും ചെയ്തു. ഒന്നുകൂടി പറയാം, ബ്രിട്ടീഷുകാർ മുൻകൈയെടുത്ത് തോട്ടവിള കൃഷിക്ക് മൂലധന നിക്ഷേപം കേരളത്തിൽ ആരംഭിച്ചു. അപ്പൊ PSC ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: തോട്ടവിള കൃഷികൾക്ക് വേണ്ടി മൂലധന നിക്ഷേപം കേരളത്തിൽ നടത്തിയ ആദ്യത്തെ വിദേശ ശക്തി എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാർ പ്രധാനമായിട്ടും ഏതൊക്കെ വിളകളാ സുഹൃത്തുക്കളെ തോട്ടവിളയായിട്ട് കൃഷി ചെയ്തത്? തേയില, കാപ്പി, റബ്ബർ, ഏലം എന്നിവയായിരുന്നു. മലബാറിനെ അപേക്ഷിച്ച് തിരുവിതാംകൂറിൽ തോട്ട വ്യവസായങ്ങൾക്ക് കൂടുതൽ വികസനം പ്രാപിച്ചു. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ മലബാറിനെ അപേക്ഷിച്ച് തോട്ടവിളകൾക്ക് ആവശ്യമായ ഭൂനിരപ്പും ഉയർന്ന ഗുണമേന്മയുള്ള മണ്ണും കൂടുതൽ ഭൂമിയുടെ ലഭ്യതയും ഇതിന്റെ ആക്കം എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ കൂടുതലായിട്ട് തോട്ടവിള വ്യവസായം എന്താണ് വർദ്ധിക്കുന്നതിന് അല്ലെങ്കിൽ കാർഷിക മേഖല വളരുന്നതിന് ഇത് കാരണമായി. മലബാറിലെ കാർഷിക മേഖലയിൽ നിന്നും ശ്രദ്ധ തിരിച്ച ബ്രിട്ടീഷുകാർ മലബാറിലെ നികുതി പിരിവ് ഗണ്യമായി കുറയ്ക്കുകയും തിരുവിതാംകൂറിൽ കൃഷിയും നികുതി പിരിവും ഊർജിതമായി നടക്കുകയും ചെയ്തു അല്ലെങ്കിൽ നടത്തുകയും ചെയ്തു. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷുകാരും കേരളത്തിലെ വാണിജ്യ മേഖലയും തമ്മിലുള്ള ബന്ധമായിരുന്നു. ബ്രിട്ടീഷുകാരും കേരളത്തിലെ വാണിജ്യ മേഖലയും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് കേരളത്തിലെ വാണിജ്യ മേഖലയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മാറ്റമെന്ന്.
രാഷ്ട്രീയ നിയന്ത്രണം ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും വാണിജ്യത്തിലെ സ്വേച്ഛാധികാരം നൽകി. ഒന്നുമില്ല സുഹൃത്തുക്കളെ, രാഷ്ട്രീയ നിയന്ത്രണം ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ വാണിജ്യത്തിന്റെ സ്വേച്ഛാധികാരം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബ്രിട്ടീഷുകാരെ തന്നെ തീരുമാനിക്കട്ടെ എത്ര രൂപയ്ക്ക് വാണിജ്യം നടത്തണം, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, അതിപ്പോ കുരുമുളക്, മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളാവട്ടെ, എന്തുമാവട്ടെ, അത് ബ്രിട്ടീഷുകാരെ അവർക്ക് തോന്നുന്ന പൈസയിൽ എടുക്കും. ഇതിനെയാണ് പറയുന്നത് വാണിജ്യ സ്വേച്ഛാധികാരമാണെന്ന് കേട്ടോ. അപ്പോൾ ഈ വാണിജ്യ സ്വേച്ഛാധികാരം കൊണ്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും എന്ത് ചെയ്തു? വാണിജ്യ മേഖല ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്തു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ മൂലധനത്തിൽ കേരളത്തിലുടനീളം സ്വതന്ത്ര വ്യാപാരം ആരംഭിച്ചു. ഇത് എന്ത് ചെയ്തു? ഈ പറഞ്ഞിരിക്കുന്ന രാജവംശത്തിന് തിരിച്ചടിയാവുകയും ചെയ്തു കേട്ടോ. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ സ്വന്തം മൂലധനത്തില് കേരളത്തിലുടനീളം സ്വതന്ത്ര വ്യാപാരം ആരംഭിക്കുകയും ഇത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജവംശത്തിന് തിരിച്ചടിയാവുകയും ചെയ്തു. തദ്ദേശീയ വ്യാപാരികൾക്ക് അപ്രധാന പങ്ക് മാത്രമേ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വ്യാപാരികൾക്ക് വലിയ ലാഭമൊന്നും ഈ കാരണം കൊണ്ട് ലഭിച്ചില്ല. കാരണം എന്താ സുഹൃത്തുക്കളെ? ബ്രിട്ടീഷുകാർ അവരുടെ കയ്യിലുള്ള പണം കൊണ്ടുവരുന്നു, അവർ കേരളത്തിൽ നിന്ന് സാധനം ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു? അവർ തോന്നുന്ന വിലയ്ക്ക് അവരെടുത്തോണ്ടങ്ങ് പോവുകയാണ്. അപ്പോ ഇതിനിടനിലക്കാരായിട്ടുള്ള തദ്ദേശീയ വ്യാപാരികൾക്ക് ഇതിനകത്ത് അപ്രധാനമായ പങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാല് യാതൊരുവിധ പങ്കും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ പണം അവര് തീരുമാനിക്കുന്ന വില അവര് ചരക്ക് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുമായിരുന്നു. ഇത് പഠിക്കുക. നിരവധി വാണിജ്യ നിയമങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയിലൂടെ വ്യാപാര രംഗത്ത് പരിവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ എളുപ്പമാക്കിയത്. നിരവധി വാണിജ്യ നിയമങ്ങളും വ്യവസ്ഥകൾ എന്നിവയിലൂടെ വ്യാപാര രംഗത്തെ പരിവർത്തനങ്ങള് ബ്രിട്ടീഷുകാർ എളുപ്പമാക്കി. നിരവധി വാണിജ്യ നിയമങ്ങളും വ്യവസ്ഥകൾ എന്നിവയിലൂടെ വ്യാപാര രംഗത്തെ പരിവർത്തനങ്ങൾ ബ്രിട്ടീഷുകാർ എളുപ്പമാക്കിയത് മറ്റൊരു വാണിജ്യ മേഖലയുണ്ടായ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റമായിരുന്നു. 1930, 1940കളിലും തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്കുണ്ടായ കർഷക കുടിയേറ്റം മലബാർ മേഖലയിൽ വാണിജ്യ കാർഷിക മേഖലയിൽ വികസനത്തിന് കാരണമായി. അപ്പോൾ 1930, 1940 കാലഘട്ടമായതോടുകൂടി തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് തിരിച്ചെന്ത് ചെയ്തു? കർഷക കുടിയേറ്റം ഉണ്ടായി. മലബാർ മേഖലയിൽ വാണിജ്യ കാർഷിക മേഖലയുടെ വികസനത്തിനും ഇത് കാരണമായി. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ഒരു കൺഫ്യൂഷനും വേണ്ട. ഫസ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? രാഷ്ട്രീയ നിയന്ത്രണം ബ്രിട്ടീഷുകാരുടെ കയ്യിലായതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമുള്ള വാണിജ്യ മേഖലയിലെ സ്വേച്ഛാധികാരം നൽകി, അല്ലെങ്കിൽ സ്വേച്ഛാധികാരം ലഭിച്ചു. അതായത് സ്വന്തമായിട്ട് ബ്രിട്ടീഷുകാർക്ക് തീരുമാനിക്കാം എത്ര രൂപയ്ക്ക് കേരളത്തിൽ നിന്നും ചരക്ക് എടുക്കണമെന്നും അതുപോലെ വിൽക്കണമെന്നും ബ്രിട്ടീഷുകാർക്ക് തീരുമാനിക്കാമെന്നുള്ള അവസ്ഥ എത്തി. ഇതാണ് ആ ഫസ്റ്റ് പോയിന്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ അവരുടെ സ്വന്തം മൂലധനം, അവരുടെ സ്വന്തം പണം ഉപയോഗിച്ച് കേരളത്തിലുടനീളം സ്വതന്ത്ര വ്യാപാരം ആരംഭിച്ചു. അതായത് ബ്രിട്ടീഷുകാർ പൈസ കൊണ്ടുപോകും, അവർക്ക് തോന്നുന്ന വിലയ്ക്ക് സാധനം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അവരുടെ കാശില് അവരെന്ത് ചെയ്തു? സ്വതന്ത്ര വ്യാപാരം ആരംഭിച്ചു. അതുവരെ ഈ രാജാക്കന്മാരായിരുന്നു എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തിരുന്നത്. അതെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അങ്ങ് കട്ട് ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് അവർ സാധനം ഡയറക്റ്റ് വാങ്ങിച്ചു തുടങ്ങി. തദ്ദേശീയ വ്യാപാരികൾക്ക് അപ്രധാന പങ്ക് മാത്രമേ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രിട്ടീഷുകാർ വരുന്നു, അവരുടെ കയ്യിലുള്ള പണം കൊടുക്കുന്നു, കേരളത്തിൽ നിന്നുള്ള ചരക്കുകളെല്ലാം അവർ കയറ്റിക്കൊണ്ട് പോകുന്നു, അവർക്ക് തോന്നിയ പൈസക്ക് അവരെന്ത് ചെയ്യും? വാങ്ങിക്കും. അപ്പോൾ ഈ ഇടനിലക്കാരായിട്ട് നിന്ന വ്യാപാരികൾക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല. അങ്ങനെ തദ്ദേശീയരായിട്ടുള്ള വ്യാപാരികൾക്ക് അപ്രധാനമായ പങ്ക് മാത്രമായി മാറി. എവിടെയാണ്? കേരള വാണിജ്യ മേഖലയില്. നിരവധി വാണിജ്യ നിയമങ്ങളും വ്യവസ്ഥകളും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതിലൂടെ വ്യാപാര രംഗത്തെ പരിവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ എളുപ്പമാക്കി. അതായത് തിരുവിതാംകൂറിലായിരുന്നാലും കൊച്ചിയിലായിരുന്നാലും മലബാറിലാണെങ്കിലും അവിടുത്തെ പുതിയ പുതിയ വാണിജ്യ നിയമങ്ങൾ ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ പുതിയ തരം വ്യവസ്ഥകളും അവരെന്ത് ചെയ്തു? മുന്നോട്ട് വെച്ചു. അതിലൂടെ ഈ കേരളത്തിന്റെ വാണിജ്യ രംഗത്ത് വൻതോതിൽ ഒരു പരിവർത്തനം നടത്താൻ ബ്രിട്ടീഷുകാർക്ക് 1930, 40കളിൽ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കുണ്ടായ കർഷക കുടിയേറ്റം മലബാർ മേഖലയിൽ വാണിജ്യ കാർഷിക മേഖലയിലെ വികസനത്തിന് കാരണമായി. പഠിക്കുക. മൊത്തത്തിലുള്ള ധനപരമായ വളർച്ച വാണിജ്യപരമായ പരിവർത്തനങ്ങളുടെയും വാണിജ്യ ബാങ്കുകളുടെയും രൂപീകരണത്തിനും വളർച്ചയ്ക്കും സാഹചര്യമൊരുക്കി.
മൊത്തത്തിലുള്ള ധനപരമായുള്ള വളർച്ച വാണിജ്യപരമായ പ്രവർത്തനങ്ങളുടെയും വാണിജ്യ ബാങ്കുകളുടെയും രൂപീകരണത്തിന് അല്ലെങ്കിൽ വളർച്ചയ്ക്കും സാഹചര്യമൊരുക്കി. ഭൂമി ഈടായി സ്വീകരിച്ചുകൊണ്ട് ബാങ്കുകൾ വായ്പകൾ നൽകി വായ്പകൾ കൊണ്ട് കൂടുതൽ ഭൂമി വാങ്ങാനും വരുമാനം കൂടുതൽ ലഭിക്കുന്ന വിളകൾ കൃഷി ചെയ്യുന്നതിനും അതിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരവും സംസ്കരണവും വ്യാപിക്കുകയും ചെയ്തു. മലബാറിലെ പ്രത്യേകതയാണ് കേട്ടോ സുഹൃത്തുക്കളെ പറഞ്ഞത്. അപ്പോ കേരളത്തിലെ മൊത്തത്തിലുള്ള ധനപരമായ വളർച്ച വാണിജ്യപരമായ പ്രവർത്തനങ്ങളുടെയും വാണിജ്യ ബാങ്കുകളുടെയും രൂപീകരണത്തിനും അതുവഴി അവയുടെ വളർച്ചയ്ക്കും എന്ത് ചെയ്തു? സാഹചര്യമൊരുക്കി. ഇങ്ങനെ വാണിജ്യ ബാങ്കുകൾ വന്നതോടുകൂടി ഭൂമി ഈടായി സ്വീകരിച്ചുകൊണ്ട് ബാങ്കുകൾ സാധാരണക്കാർക്ക് വായ്പകൾ നൽകുകയും ഈ വായ്പകൾ ഉപയോഗിച്ച് കൂടുതൽ ഭൂമി വാങ്ങിക്കുവാനും ആ ഭൂമിയിൽ എന്ത് ചെയ്തു? കൃഷി ചെയ്ത് കൂടുതൽ വരുമാനം ഉണ്ടാക്കുവാനും അതിലൂടെ കൂടുതൽ കാർഷികോൽപ്പന്നങ്ങൾ എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഈ കാർഷിക ഉൽപ്പന്നത്തിന്റെ സംസ്കരണവും വ്യാപാരവും വ്യാപിക്കുകയും ചെയ്തു. എവിടെ? മലബാറിൽ. ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആഭ്യന്തര ഉൽപാദനത്തിന്റെ കുറവ് കേരളത്തിൽ ധാരാളം കാർഷിക സംസ്കരണ വ്യവസായങ്ങളും വികാസം പ്രാപിക്കുന്നതിന് കാരണമായി. അതായത് നമ്മൾ നേരത്തെ സ്ലൈഡിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, മലബാറിലേക്ക് കുറച്ച് കർഷക കുടിയേറ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലെ, തിരുവിതാംകൂറിന്. അപ്പോ ഇതിന്റെ ആദ്യഘട്ടത്തില് ഈ പറഞ്ഞിരിക്കുന്ന ആഭ്യന്തര ഉൽപാദനം നന്നേ കുറവായിരുന്നു. അപ്പൊ ആ സമയത്തൊന്നും ഈ ബാങ്കുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാല് കേരളത്തിൽ ധാരാളം കാർഷിക സംസ്കരണ വ്യവസായങ്ങൾ എന്ത് ചെയ്തു? വികാസം പ്രാപിച്ചു. അതായത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടം പോലെ തെങ്ങ് എന്ത് ചെയ്തു? കൃഷി ചെയ്ത് തേങ്ങയായിരുന്നു നമ്മൾ എടുത്തോണ്ടിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് തോന്നി തേങ്ങ കൊണ്ടുപോയിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല, തേങ്ങയിലെ ചകിരിയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇതുപോലെ കയറുണ്ടാക്കാൻ അറിയാമെന്ന് നമ്മൾ പറയുകയും അങ്ങനെ ആ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു? എന്നാ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാർഷിക വിളകളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും വ്യാവസായികമായ രീതിയിൽ എന്തെങ്കിലും സംസ്കരിച്ചാൽ വ്യാവസായ രീതിയിൽ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ കയറിന്റെ വ്യവസായം ആരംഭിക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിലെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ എന്തിന്റെ? കാർഷിക മേഖലയിലെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ കുറവ് കാർഷിക വസ്തുക്കളെ സംസ്കരിച്ചുകൊണ്ട് പുതിയൊരു വ്യവസായം രൂപീകരിക്കുന്നതിന് കേരളത്തിലെ കാരണമായി. സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി യൂറോപ്യൻ കമ്പോളത്തിലെ വർദ്ധിച്ച ആവശ്യകത ഇതിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു. ഇതിന്റെ ഏറ്റവും പ്രധാനമായിരുന്നു കയർ വ്യവസായം. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് മനസ്സിലായോ എങ്ങനെയാണ് കേരളത്തിൽ കൂടുതൽ കയർ വ്യവസായം വന്നതെന്ന്? അതായത് ഒന്നുകൂടി പറയാം, സിമ്പിൾ ആണ് സംഭവം, ഒന്നുമില്ല. ഈ ആദ്യകാലത്ത് ഈ കാർഷിക മേഖല പെട്ടെന്നൊരു വളർച്ചയൊന്നും ഉണ്ടായില്ല. കേരളത്തിലെ കാർഷിക മേഖല എങ്ങോട്ട് തിരിഞ്ഞു? ഈ കാർഷിക വസ്തുക്കൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സംസ്കരിച്ചുകൊണ്ട് എന്തെങ്കിലും വ്യവസായം തുടങ്ങാം, അല്ലെങ്കിൽ അതിൽ നിന്ന് മറ്റെന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ അവർ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടുവന്നിരുന്ന കയർ വ്യവസായം അവരെന്ത് ചെയ്തു? ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് അവിടെ നടന്നത്. ഈ സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾക്ക് അതോടുകൂടി യൂറോപ്യൻ കമ്പോളത്തില് വർദ്ധിച്ച ആവശ്യകത ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്ന കാർഷിക സംസ്കരണ വ്യവസായത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു, അല്ലെങ്കിൽ വികാസത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനമായിരുന്നു കയർ വ്യവസായം. പഠിച്ചോളണം എന്താണ് കയർ വ്യവസായമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ തന്നെ ട്രഡീഷണൽ വ്യവസായം എന്നൊക്കെ അറിയപ്പെടുന്ന കയർ വ്യവസായം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചതിന് കാരണം ഈ പറഞ്ഞതാണ് കേട്ടോ സുഹൃത്തുക്കൾ. ഇത്രയും ഭാഗം പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളായിരുന്നു. അതിനുശേഷം നമ്മൾ വാണിജ്യ മേഖലയിൽ അവർ കൊണ്ടുവന്ന കൈകടത്തലുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങളെ പറ്റിയാണ്. കേരളത്തിൽ ആദ്യമായി റെയിൽവേ സംവിധാനം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽവേ സംവിധാനം കൊണ്ടുവന്നതായിരുന്നു ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. 1861 മാർച്ച് 12, ഈ ഡേറ്റ് അങ്ങ് കാണാതെ പഠിച്ചോളണേ. 1861 മാർച്ച് മാസം 12 ബേപ്പൂർ മുതൽ തിരൂർ വരെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിർമ്മാണം പൂർത്തീകരിച്ചത്. അപ്പോ 1861 മാർച്ച് മാസം 12 ബേപ്പൂരിൽ നിന്നും തിരൂർ വരെയാണ് ആദ്യത്തെ റെയിൽവേ ലൈനിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചോളണേ. കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽവേ സംവിധാനം കൊണ്ടുവന്ന വിദേശശക്തി ബ്രിട്ടീഷുകാരായിരുന്നു. 1861 മാർച്ച് 12 ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള ആദ്യത്തെ റെയിൽവേ ലൈൻ നിർമ്മാണം പൂർത്തീകരിച്ചത്. കേരളത്തിലെ റെയിൽവേ സംവിധാനത്തിന്റെ നിർമ്മാണത്തിന് പിന്നെ പ്രവർത്തിച്ച കമ്പനിയാണ് മദ്രാസ് റെയിൽവേ കമ്പനി, അല്ലെങ്കിൽ മദ്രാസ് റെയിൽ കമ്പനി എന്നും പറയും കേട്ടോ. കേരളത്തിലെ റെയിൽവേ സംവിധാനത്തിന്റെ നിർമ്മാണത്തിന് പിന്നെ പ്രവർത്തിച്ച കമ്പനിയാണ് മദ്രാസ് റെയിൽ കമ്പനി. എന്താണ് മദ്രാസ് റെയിൽ കമ്പനി?
റെയിൽവേ സംവിധാനം ഒരുക്കിയതോടുകൂടി കൂടുതലായി ഉൽപ്പന്നങ്ങളുടെയും സൈന്യത്തിന്റെയും സഞ്ചാരം സുഗമമാക്കുന്നതിന് ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. ബ്രിട്ടീഷുകാർക്ക് കേരളക്കാരോട് സ്നേഹം മൂത്തോണ്ടാണോ സുഹൃത്തുക്കളെ റെയിൽവേ ഉണ്ടാക്കിയത്? അല്ല കേട്ടോ. അവർക്ക് കൂടുതലായിട്ട് ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ നാട്ടിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നതിന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ അവർ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ സൈന്യത്തെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ വേഗം എത്തിക്കുന്നതിനും എന്ത് സഹായിച്ചു? റെയിൽവേ സംവിധാനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. അല്ലാതെ ബ്രിട്ടീഷുകാർക്ക് നമ്മളെ പാവപ്പെട്ട കേരളക്കാരോട് സ്നേഹം മൂത്തിട്ടൊന്നും അല്ല എന്ത് ചെയ്തത്, ഈ പറഞ്ഞിരിക്കുന്ന റെയിൽവേ നിർമ്മിച്ചത്. പഠിക്കുക. കൃഷി, വ്യാപാരം, വാണിജ്യം എന്നിവയുടെ വികാസം, വ്യവസായം, ആരോഗ്യം, ഗതാഗതം, ബാങ്കിംഗ് തുടങ്ങിയ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വികസിച്ചത് ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിലായിരുന്നു. അടിവരയിട്ടങ്ങ് പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കൃഷി, വ്യാപാരം, വാണിജ്യം എന്നിവയുടെ വികാസവും വ്യവസായം, ആരോഗ്യം, ഗതാഗതം, ബാങ്കിംഗ് തുടങ്ങിയ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ വികസിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു. പഠിക്കുക. കൊച്ചി തുറമുഖത്തിന്റെ വികസനത്തിനായി പദ്ധതികൾ രൂപീകരിക്കുകയും റോഡുകളുടെയും കനാലുകളുടെയും നിർമ്മാണത്തിലും ശ്രദ്ധ ചെലുത്തിയിരുന്നു. ആര്? ബ്രിട്ടീഷുകാര്. കൊച്ചി തുറമുഖത്തിന്റെ വികസനത്തിനായിട്ടുള്ള പദ്ധതികൾ രൂപീകരിച്ചു. റോഡുകളുടെയും കനാലുകളുടെയും നിർമ്മാണത്തിനും ആര് ശ്രദ്ധ ചെലുത്തിയിരുന്നു? ബ്രിട്ടീഷുകാരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കേരളത്തിൽ ആദ്യമായി റെയിൽവേ സംവിധാനം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. 1861 മാർച്ച് മാസം 12 ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള ആദ്യത്തെ റെയിൽവേ ലൈൻ നിർമ്മാണം പൂർത്തീകരിച്ചു. പഠിക്കുക. കേരളത്തിലെ റെയിൽവേ സംവിധാനത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്പനി മദ്രാസ് റെയിൽ കമ്പനി ആയിരുന്നു. റെയിൽവേ സംവിധാനം ഒരുക്കിയതോടുകൂടി കൂടുതലായി ഉൽപ്പന്നങ്ങളുടെയും സൈന്യത്തിന്റെയും സഞ്ചാരം സുഗമമാക്കുന്നതിന് ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കൃഷി, വ്യാപാരം, വാണിജ്യം എന്നിവയുടെ വികാസവും വ്യവസായം, ആരോഗ്യം, ഗതാഗതം, ബാങ്കിംഗ് തുടങ്ങിയ അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങളും ഏറ്റവും കൂടുതൽ കേരളത്തിൽ വികസിച്ചത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിലായിരുന്നു. കൊച്ചി തുറമുഖത്തിന്റെ വികസനത്തിനായി പദ്ധതികൾ രൂപീകരിക്കുകയും റോഡുകളുടെയും കനാലുകളുടെയും നിർമ്മാണവും ആര് ശ്രദ്ധിച്ചിരുന്നു? ബ്രിട്ടീഷുകാരെ ശ്രദ്ധിച്ചിരുന്നു. പഠിക്കുക. ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി തിരുവിതാംകൂറിൽ ഉണ്ടായ മാറ്റങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പോ PSC പ്രീവിയസ് ആയി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി തിരുവിതാംകൂർ രാജവംശത്തിൽ ഉണ്ടായ മാറ്റമാണ്. തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്തുണ്ടായ മാറ്റങ്ങൾ മാത്രം നമ്മൾ എടുത്ത് പഠിക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന്. ഓരോ ഭൂ ഉടമകൾക്കും പട്ടയം നൽകുകയും അതിൽ കുടിയാന്മാരുടെ കൈവശമുള്ള ഭൂമി കുടിയാന്മാരുടെ സ്വഭാവത്തിനനുസരിച്ച് അടയ്ക്കേണ്ട നികുതിയും കൃത്യമായി ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തി. എന്താ ചെയ്തത്? ഓരോ ഭൂ ഉടമകൾക്കും പട്ടയം നൽകുകയും അതിലുള്ള കുടിയാന്മാരുടെ കൈവശമുള്ള ഭൂമി കുടിയാന്മാരുടെ സ്വഭാവത്തിനനുസരിച്ച്, അവരുടെ സ്വഭാവം ഒന്നും വേറെയല്ല, അവരെന്താണ് കൃഷി ചെയ്യുന്നത് അതിനനുസരിച്ച് അടയ്ക്കേണ്ട നികുതി കൃത്യമായി രേഖപ്പെടുത്തിയ ബ്രിട്ടീഷുകാരെ. മനസ്സിലായോ സുഹൃത്തുക്കളെ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഓരോ ഭൂ ഉടമകൾക്കും പട്ടയം നൽകി. അതിലുള്ള കുടിയാന്മാർക്ക് അവരുടെ കൈവശമുള്ള ഭൂമിയുടെ അളവിനനുസരിച്ചും അതിനോടൊപ്പം അവർ എന്ത് തൊഴിൽ, എന്ത് കൃഷിയാണോ അവിടെ ചെയ്യുന്നത് അതിനനുസരിച്ചും വേണ്ടിയിട്ട് ഉള്ള നികുതി എന്ത് ചെയ്തു? കൃത്യമായിട്ട് രേഖപ്പെടുത്തി. 1812 അടിമത്തം നിരോധിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. ചോദിക്കുന്നത് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാല് 1812. 1812 തിരുവിതാംകൂറിലെ അടിമത്തം നിരോധിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാരാണ് 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചത്. 5 ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് നീതിരംഗം പരിഷ്കരിച്ചു. പഠിച്ചോളണേ. 5 ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് നീതിരംഗം എന്ത് ചെയ്തു? പരിഷ്കരിച്ചു. ആരാണ്? ബ്രിട്ടീഷുകാര്. നാണയങ്ങൾ, വാർത്താവിനിമയം, കൃഷി, വാണിജ്യം എന്നീ രംഗങ്ങളിൽ ശക്തമായ പുരോഗതി ഉണ്ടായി തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത്. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നാണയങ്ങൾ, വാർത്താവിനിമയം, കൃഷി, വാണിജ്യം എന്നീ രംഗങ്ങളില് പുരോഗതി ഉണ്ടാവുകയും ചെയ്തു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഓരോ ഭൂ ഉടമകൾക്കും പട്ടയം നൽകുകയും അതിൽ കുടിയാന്മാരുടെ കൈവശമുള്ള ഭൂമി കുടിയാന്മാരുടെ സ്വഭാവത്തിനനുസരിച്ച്, സ്വഭാവം എന്ന് വെച്ചാൽ എന്ത് കൃഷിയാണ് അവർ ആ ഭൂമി ചെയ്യുന്നതാണെന്ന് കേട്ടോ,
അതിനനുസരിച്ച് അടക്കേണ്ട നികുതി കൃത്യമായി രേഖപ്പെടുത്തി. 1812 അടിമത്തം നിരോധിച്ചു ബ്രിട്ടീഷുകാർ. തിരുവിതാംകൂറിലെ 5 ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചുകൊണ്ട് നീതിരംഗത്തെ പരിഷ്കരിച്ചു ബ്രിട്ടീഷുകാര്. നാണയങ്ങൾ, വാർത്താവിനിമയം, കൃഷി, വാണിജ്യം എന്നീ രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പുരോഗതി ഉണ്ടായത് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയാണ്. എവിടെ? തിരുവിതാംകൂറിൽ. 1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്തതിന് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതും ബ്രിട്ടീഷുകാരുടെ തീരുമാനത്തിലായിരുന്നു. അതായത് 1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ എന്ത് ചെയ്തു? നേരിട്ട് ഏറ്റെടുത്തു. ഇതിന് പിന്നെ പ്രവർത്തിച്ചതാരെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരായിരുന്നു. തലവാരിക്കരം, ഊഴിയം, മറ്റ് ഫ്യൂഡൽ നികുതികൾ എന്നിവ നിരോധിച്ചു ബ്രിട്ടീഷുകാരെ. പഠിച്ചോളനെ, ഈ തലവാരിക്കരവും അതുപോലെ ഊഴിയവും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇങ്ങനെയുള്ള ഫ്യൂഡൽ നികുതികൾ എവിടെയാണ് നിലനിന്നിരുന്നത് ചോദിച്ചാൽ നമ്മുടെ തിരുവിതാംകൂറിലാണ് നിലനിന്നിരുന്നത്. ഇതെല്ലാം നിരോധിച്ചു ആരാണ്? ബ്രിട്ടീഷുകാരെ. ഇതിൽ PSC ചോദിച്ചത് ഊഴിയം എന്തെന്നാണ്. ഊഴിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല സുഹൃത്തുക്കളെ, നിർബന്ധിതമായിട്ട് ശമ്പളം നൽകാതെയുള്ള ജോലി അറിയപ്പെടുന്ന പേരാണ് കേട്ടോ ഊഴിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിർബന്ധിതമായിട്ട് ശമ്പളമില്ലാതെ ചെയ്യേണ്ട ജോലി അറിയപ്പെടുന്ന പേരാണ് ഊഴിയം എന്നുള്ളത്. അപ്പോൾ ഈ തലവാരിക്കരം, ഊഴിയം എന്നീ ഫ്യൂഡൽ നികുതികൾ നിരോധിച്ചതാണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരാണ്. ഈ നികുതികളൊക്കെ എവിടെയാണ് നിലനിന്നിരുന്നത്? നമ്മുടെ തിരുവിതാംകൂറിലായിരുന്നു നിലനിന്നിരുന്നത്. 1888 വർഷം എത്രയാ പറഞ്ഞത്? 1888 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. എവിടെയാണ്? തിരുവിതാംകൂറില്. 1888 8 അംഗങ്ങളോട് കൂടി ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു തിരുവിതാംകൂറില്. അതിന് പിന്നിൽ പ്രവർത്തിച്ചതും ആരാണ്? ബ്രിട്ടീഷുകാരാണ് കേട്ടോ. 1888 8 അംഗങ്ങളോട് കൂടി ഒരു നിയമനിർമ്മാണ സഭ തിരുവിതാംകൂറിൽ രൂപീകരിച്ചു. അതിന് പിന്നിൽ പ്രവർത്തിച്ച വിദേശശക്തി എന്ന് ചോദിച്ചാൽ അതും ബ്രിട്ടീഷുകാരായിരുന്നു. നിരവധി ഫാക്ടറികളും ജലവൈദ്യുത പദ്ധതികൾ, പാലങ്ങൾ, കനാലുകൾ, പോസ്റ്റ് ഓഫീസ് എന്നിവ നിർമ്മിച്ചു ആരാണ്? ബ്രിട്ടീഷുകാരെ. പഠിച്ചോളനെ, നിരവധി ഫാക്ടറികള്, ജലവൈദ്യുത പദ്ധതികള്, പാലങ്ങള്, കനാലുകള്, പോസ്റ്റ് ഓഫീസ് എന്നിവ നിർമ്മിച്ചു ആരാണ്? ബ്രിട്ടീഷുകാരെ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു. തലവാരിക്കരം, ഊഴിയം എന്നീ മറ്റു ഫ്യൂഡൽ നികുതികൾ അവർ നിരോധിച്ചു. അപ്പോൾ തലവാരിക്കരം, ഊഴിയം എന്നീ ഫ്യൂഡൽ നികുതികൾ നിലനിന്നിരുന്ന കേരളത്തിലെ പ്രദേശം എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ ആയിരുന്നു. ഇതിനെ നിർത്തലാക്കിയതാരെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രിട്ടീഷുകാരുമായിരുന്നു. 1888 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. എവിടെ? തിരുവിതാംകൂറിൽ. അതിന് പിന്നിൽ പ്രവർത്തിച്ചതുമാരാണ്? ബ്രിട്ടീഷുകാരാണ്. നിരവധി ഫാക്ടറികൾ, ജലവൈദ്യുത പദ്ധതികൾ, പാലങ്ങൾ, കനാലുകൾ, പോസ്റ്റ് ഓഫീസ് എന്നിവ സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർ. എവിടെ? തിരുവിതാംകൂറിൽ എന്ന് തന്നെ എടുത്തു പഠിക്കുക. ഇത്രയുമാണ് തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി ഉണ്ടായ മാറ്റങ്ങൾ കേട്ടോ സുഹൃത്തുക്കളെ. ഇത്രയും പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി കൊച്ചിയിൽ ഉണ്ടായ മാറ്റങ്ങളാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി കൊച്ചിയിൽ ഉണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കൊച്ചി രാജവംശത്തിന്റെ ഭാഗമായി ഉണ്ടായ മാറ്റങ്ങളാണ്. കീഴ്ക്കോടതികളും ഹജൂർ കോടതികളും സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടിയാണ്. കൊച്ചിയിലെ കീഴ്ക്കോടതികളും ഹജൂർ കോടതികളും സ്ഥാപിക്കപ്പെട്ടത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടിയാണ്. പ്രധാന ദേവസ്വങ്ങളെല്ലാം സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കിയത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടിയാണ്. കൊച്ചിയിൽ ഉണ്ടായിരുന്ന പ്രധാന ദേവസ്വങ്ങളുടെ എല്ലാ ഭരണം സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കിയത് എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടിയാണ്. 1845 അടിമത്തം നിർത്തലാക്കി. എവിടെയാണ്? കൊച്ചിയില്. മറക്കരുത്, കൊച്ചിയില് അടിമത്തം നിർത്തലാക്കിയ വർഷം 1845 അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വിദേശശക്തി ചോദിച്ചാലും അത് ബ്രിട്ടീഷുകാരാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വിദേശശക്തി ബ്രിട്ടീഷുകാരാണ്. 1845 അടിമത്തം നിർത്തലാക്കി കൊച്ചിയില്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന വിദേശശക്തി ഏതാണ്? ബ്രിട്ടീഷുകാരാണ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ അഥവാ കണ്ടെഴുത്ത് നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ അഥവാ കണ്ടെഴുത്ത് നടത്തിയത് എവിടെ? കൊച്ചിയിൽ. ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ അഥവാ കണ്ടെഴുത്ത് നടത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരാണ്. എവിടെ? കൊച്ചിയിൽ. കൊച്ചിയിൽ റെയിൽവേ പാതകൾ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. കൊച്ചിയിൽ റെയിൽവേ പാതകൾ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. പൊതുജനാരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ സ്ഥാപിച്ചു ബ്രിട്ടീഷുകാര്. കൊച്ചിയിൽ ബ്രിട്ടീഷുകാര് പൊതുജനാരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ സ്ഥാപിച്ചു. ആര്? ബ്രിട്ടീഷുകാര്. കാണം ഭൂമി എന്ന പേരിൽ കുടിയാന്മാരുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയാൻ നിയമം പാസാക്കിയതാരെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ ശക്തമായ തീരുമാനത്തിലായിരുന്നു കേട്ടോ. കാണം ഭൂമി എന്ന പേരില്
കുടിയാന്മാരുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയാൻ നിയമം പാസാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച വിദേശശക്തി ആരാണ്? ബ്രിട്ടീഷുകാരായിരുന്നു. പഠിക്കുക. ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് കൊച്ചിയിൽ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് കൊച്ചിയിൽ സ്ഥാപിച്ചത് ആരാണ്? അത് ബ്രിട്ടീഷുകാരാണ്. പഠിക്കുക. ഇത്രയും പോയിന്റ് സുഹൃത്തുക്കളെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ പഠിക്കേണ്ടതാണ്. ഒന്നുകൂടി പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കീഴ്ക്കോടതികളും ഹജൂർ കോടതിയുടെയും സ്ഥാപിക്കപ്പെട്ടു കൊച്ചിയിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടി. പ്രധാന ദേവസ്വങ്ങളെല്ലാം സർക്കാർ നിയന്ത്രണത്തിലാക്കി ബ്രിട്ടീഷുകാര്. 1845 കൊച്ചിയിൽ അടിമത്തം നിർത്തലാക്കി ബ്രിട്ടീഷുകാർ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ അഥവാ കണ്ടെഴുത്ത് കൊച്ചിയിൽ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. കൊച്ചിയിൽ റെയിൽവേ പാതകൾ നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. പൊതുജനാരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ കൊച്ചിയിൽ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. കാണം ഭൂമി എന്ന പേരിൽ കുടിയാന്മാരുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയാൻ നിയമം പാസാക്കിയതാരെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ ശക്തമായ പ്രവർത്തനം മൂലമാണ്. ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് കൊച്ചിയിൽ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി മലബാറിലുണ്ടായ മാറ്റം. ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി മലബാറിലുണ്ടായ മാറ്റത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ മാറ്റം, ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു. ജില്ലാ പ്രവിശ്യ കോടതികൾ മലബാർ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർക്ക് കൂടുതലായിട്ട് മലബാറിലെ ഇടപെടാം. കാരണം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു ആര്? മലബാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർ. എവിടെ? മലബാറിലെ. റോഡുകളുടെ ഒരു ശൃംഖല തന്നെ ബ്രിട്ടീഷുകാർ മലബാറിൽ നിർമ്മിച്ചു. റോഡുകളുടെ ഒരു ശൃംഖല തന്നെ ബ്രിട്ടീഷുകാർ മലബാറിൽ നിർമ്മിച്ചു. അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധവ്യഞ്ജന തോട്ടം സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർ. അഞ്ചരക്കണ്ടിയിലെ ഒരു സുഗന്ധവ്യഞ്ജന തോട്ടം സ്ഥാപിച്ചു ബ്രിട്ടീഷുകാര്. നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. എവിടെ? മലബാറിൽ. നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും സ്ഥാപിച്ചു ആരാണ്? മലബാറിലെ ആര്? ബ്രിട്ടീഷുകാര്. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നഗരസഭകൾ സ്ഥാപിച്ചത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. എവിടെ? മലബാറിൽ. അപ്പൊ മലബാറിന്റെ ഭാഗമായുള്ള കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂര്, പാലക്കാട് എന്നിവിടങ്ങളില് നഗരസഭകൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. മലബാറിനെ രാജ്യത്തിലെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ സംവിധാനം ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരാണ്. നിലമ്പൂരിൽ തേക്കിൻ തോട്ടം സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. നിലമ്പൂരിലെ തേക്കിൻ തോട്ടം സ്ഥാപിച്ചതാരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ മലബാറിലെ ബ്രിട്ടീഷുകാരായിരുന്നു. മലബാറിൽ റോഡുകളുടെ ഒരു ശൃംഖല തന്നെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു. മലബാറിലെ അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധവ്യഞ്ജനം തോട്ടം സ്ഥാപിച്ച വിദേശശക്തിയാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരാണ്. മലബാറിൽ നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. മലബാറിന്റെ ഭാഗമായിരുന്ന കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നഗരസഭകൾ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. മലബാറിൽ നിന്നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. നിലമ്പൂരിൽ തേക്കിൻ തോട്ടം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. പഠിക്കുക. മലബാറിന്റെ ഭാഗമായ നിലമ്പൂരിലെ തേക്കിൻ തോട്ടം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. പഠിക്കുക. അപ്പോൾ ഇത്രയുമായിരുന്നു ബ്രിട്ടീഷുകാരും കേരളവും തമ്മിൽ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി കേരളത്തിലുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരും കേരളത്തിലെ ജനങ്ങളും തമ്മിൽ ഒരുപാട് യുദ്ധങ്ങളും വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ചതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ കേരളത്തിൽ വന്നതിന് ശേഷം കേരളത്തിലുണ്ടായ മാറ്റത്തെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. വിപ്ലവങ്ങളും മറ്റുള്ളതും നമുക്ക് വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട്, അല്പം ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവയെല്ലാം സെറ്റ് ചേർത്ത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.